ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് 2 എസ്സേ ഇവിടെ കിട്ടിക്കഴിഞ്ഞാലോ നന്നായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. 2 എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അവർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അതുവഴി നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, അവർക്ക് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഓർഗനൈസേഷന് 2 രീതിയിൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്ന് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആൻഡ് രണ്ടാമത്തത് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്. അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്യാഷിന്റെ രൂപത്തിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. ഇത് ക്യാഷ് ആയിട്ട് തന്നെ അവർക്ക് കയ്യിൽ കിട്ടുകയാണ്. അത്തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ആണ് എന്ത്, മോണിറ്ററി ഇൻസെൻറ്റീവ്സ്. ഇനി ക്യാഷ് അല്ലാതെ വേറെ എന്തെങ്കിലും സർവീസസ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്നും പറയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന് എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നോക്കാം അല്ലേ. മോണിറ്ററി ഇൻസെൻറ്റീവ്സിൽ ആദ്യമായിട്ട് വരുന്നതാണ് പേ ആൻഡ് അലവൻസസ്. എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ എംപ്ലോയീസും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് അഫ്കോഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്നുകിൽ സാലറി കിട്ടും അവർക്ക്, അതല്ലെങ്കിൽ വേജ് കിട്ടും അവർക്ക്. അങ്ങനെ എന്താണോ അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ പേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കുറച്ച് അലവൻസസും കൂടി ഈ സാലറിൻ്റെ കൂടെ എംപ്ലോയീസിന് അവൈലബിൾ ആവുന്നുണ്ട്. അത്തരത്തിലുള്ള അലവൻസസ് ആണ് ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ അതർ അലവൻസ്. വേറെയും ഒരുപാട് അലവൻസസ് ഉണ്ട്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേരൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും ഫസ്റ്റ് പോയിന്റ് ആണ് പേ ആൻഡ് അലവൻസസ്. എംപ്ലോയീസിന് ലഭിക്കുന്ന സാലറി, വേജസ്, അതിൻ്റെ കൂടെ കിട്ടുന്ന അലവൻസസ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യാഷ് ആയിട്ട് തന്നെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ത്, കമ്മീഷൻ. കമ്മീഷൻ എന്താണ്, ഇപ്പൊ സെയിൽസ് പേഴ്സൺ ആണ് നമ്മുടെ എംപ്ലോയി, അല്ലെങ്കിൽ സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അയാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, ഇത്ര നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര കമ്മീഷൻ. അതുപോലെ നമ്മൾ എംപ്ലോയീസിന് അവിടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, കമ്മീഷൻ ഗ്യാരണ്ടി ചെയ്യാണ്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇത്ര പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര തുക എന്ത് ചെയ്യുന്നുണ്ട്, കമ്മീഷനായിട്ട് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അത് ഓഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ്, അവർ കുറച്ചും കൂടി പെർഫോമൻസിൽ ശ്രദ്ധിക്കും. ആ കമ്മീഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അതുവഴി അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ഓർഗനൈസേഷന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നമുക്ക് ബോണസ് അല്ലേ. ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാലറി അല്ലെങ്കിൽ വേജിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോണസ് എന്നും പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എന്താണ്, ക്യാഷ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതും നമുക്ക് എന്ത് ചെയ്യാം, മോണിറ്ററി ഇൻസെൻറ്റീവ്സിൽ പെടുന്ന ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് ഷെയറിങ്. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ എംപ്ലോയീസിന് കമ്പനീൻ്റെ പ്രോഫിറ്റിൽ ഒരു ഷെയർ കൊടുക്കാന്ന് പറയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഈ ലെവലിൽ എത്തുവാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോഫിറ്റ് അതുവഴി ഉണ്ടാവുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്കും ഷെയർ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെ മൊറാലിറ്റി കൂടെ, എംപ്ലോയീസിൻ്റെ മൈൻഡിൽ തോന്നും, ഓക്കെ ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എനിക്കും കൂടി കമ്പനീൻ്റെ ഷെയർ അല്ലെങ്കിൽ പ്രോഫിറ്റിലൊരു ഷെയർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ എംപ്ലോയീസിൻ്റെ മൈൻഡിൽ വരും. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യാഷിൻ്റെ രൂപത്തിലാണ് അവർക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, കോ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ. ഓക്കെ, കോ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യാണ്, കമ്പനി എംപ്ലോയീസിന് അവരുടെ ഷെയർ സെല്ല് ചെയ്യാണ്. ആ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ഷെയർ അറ്റ് എ പ്രൈസ് വിച്ച് ഇസ് ലോവർ ദാൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ അവരുടെ ഷെയർ സെല്ല് ചെയ്യുന്നത് ഏത് പ്രൈസിലാണോ അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് കമ്പനി എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നത്, ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്കാവുമ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന് ആ ഷെയർ പർച്ചേസ് ചെയ്യാനും നമ്മുടെ കമ്പനീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പിൽ അവർക്കും എന്താവാൻ പറ്റും, പങ്കാളിയാവാൻ സാധിക്കും അല്ലേ. അത്തരത്തിൽ അവർ ഷെയർ കുറഞ്ഞ പൈസക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നും, ഓക്കെ ഞാനും എന്താണ് ഈ കമ്പനീൻ്റെ ഓണേഴ്സിൽ ഒരാളാണ്, എൻ്റെ കയ്യിലും എന്തുണ്ട്, ഈ കമ്പനീൻ്റെ ഒരു ഷെയർ ഉണ്ട് എന്നുള്ള ആ ഒരു തോട്ട് വരും. അതുകൊണ്ട് തന്നെ അവർ പെർഫോമൻസ് എന്ത് ചെയ്യാൻ നോക്കും, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതാണ് കോ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ കമ്പനീൻ്റെ ഷെയർ എന്ത് ചെയ്യാണ്, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കമ്പനി നമ്മുടെ എംപ്ലോയീസിന് സെല്ല് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എംപ്ലോയീസ് അവർ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് മാത്രം അവർക്ക് എന്ത് ചെയ്ത
ചെയ്താൽ പോരാ, നമ്മൾ പേ ആൻഡ് അലവൻസസ്, കമ്മീഷൻ, ബോണസ് ഒന്നും കൊടുത്താൽ പോരാ. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അതായത് റിട്ടയർ ആവുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് എന്ത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അവർ റിട്ടയർ ആവുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കമ്പനി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിലാക്കി വെക്കണം. അപ്പോൾ അവർക്ക് എന്തുണ്ട്, ഓക്കെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എനിക്ക് എൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് റിട്ടയർ ആവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവർക്കും തോന്നാൻ തുടങ്ങും. അതുവഴിയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പെർക്യൂസിറ്റ്സ്. പെർക്യൂസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പെർക്യൂസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് കാർ അലവൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൂര സ്ഥലത്താണ് അവരുടെ വീട് താമസം എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ എയ്ഡ് കമ്പനി ഒന്നുകിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, അവിടെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെന്ന് പറയും. അതും അല്ലെങ്കിൽ അവർക്ക് ആവുന്ന അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന എക്സ്പെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി പിന്നീട് അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസസിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പെർക്യൂസിറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പോയിന്റ്സ്. മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ രൂപത്തിൽ ഡയറക്റ്റ് മോണിറ്ററി ടേംസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് അതിന്റെ പേരിൽ പറയുന്ന പോലെ തന്നെ നോട്ട് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ടേംസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില എംപ്ലോയീസ് സാലറി കിട്ടുന്നു, വേജ് കൂടി കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളിലായിരിക്കില്ല മോട്ടിവേറ്റഡ് ആയിരിക്കുക. ഇൻസ്റ്റഡ് അതിന് പകരം അവർക്കൊരു പൊസിഷൻ വേണം. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിൽ നല്ലൊരു പൊസിഷൻ വേണം. ഞാൻ മാനേജറാണ്, ഇപ്പോൾ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യണം, സീനിയർ മാനേജറായിട്ട് മാറണം. അത്തരത്തിലൊരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ വേണം മോട്ടിവേറ്റ് ചെയ്യാൻ. അതിനാണ് നമ്മൾ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എംപ്ലോയീസിന് വളരാൻ ആവശ്യമുള്ള ഒരു ക്ലൈമറ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഓട്ടോണമി, ഒരു ഫ്രീഡം കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. റിവാർഡ് ഓറിയന്റേഷൻ, ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവാർഡ് കൊടുക്കുക. അതുപോലെ തന്നെ കൺസിഡറേഷൻ ടു എംപ്ലോയീസ്, അവരെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് കൺസിഡർ ചെയ്ത് അവരുടെ കരിയറും കൂടി സെറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ക്ലൈമറ്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനാണ് നമ്മൾ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അവർ ഇപ്പോൾ ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് അവരെന്ത് ചെയ്യട്ടെ, അവരത് യൂസ് ചെയ്തിട്ട് അവരുടെ കരിയറും കൂടി മുന്നോട്ട് പോകണം. നമ്മുടെ ഓർഗനൈസേഷന് മാത്രം ഗ്രോത്ത് ഉണ്ടായാൽ പോരാ, അതുപോലെ തന്നെ എംപ്ലോയീസിന് ഗ്രോത്ത് ഉണ്ടാവണം. അവർക്ക് ആവശ്യമായിട്ടുള്ള കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്പനി എന്ത് ചെയ്യണം, ഒരുക്കി കൊടുക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ജോബ് എൻറിച്ച്മെന്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് തോന്നും, ഓക്കെ ഞാൻ ബെസ്റ്റ് ആണ്, അതുകൊണ്ടാണല്ലോ മാനേജർ എനിക്ക് എന്ത് ചെയ്തത്, കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരു ജോലി എന്നെ ഏൽപ്പിച്ചത്. അത്തരത്തിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ചും കൂടി സ്കില്ലും നോളജും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്. ഒരു എംപ്ലോയി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു റെക്കഗ്നീഷൻ കൊടുക്കുക, അയാൾക്കൊരു അപ്രീസിയേഷൻ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ആ വർഷം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്കൊരു ബെസ്റ്റ് എംപ്ലോയി അവാർഡൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. അത്തരത്തിൽ എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാംസ് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ബിക്കോസ് ചില എംപ്ലോയീസിന് അതൊക്കെയാണ് മോട്ടിവേറ്റ് ആവാവുന്ന ഫാക്ടേഴ്സ്. ചിലർക്ക് എന്തല്ല, സാലറി, വേജ്, ഇത്തരത്തിൽ മോണിറ്ററി ടേംസിലായിരിക്കില്ല ചിലർ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പം അത്തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡീൽ ചെയ്യണം. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് ഒക്കെ നമ്മളൊന്ന് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഓർഗനൈസേഷനിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ പുതിയൊരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്, പുതിയൊരു ഡിസിഷൻ എടുക്കാൻ പോവാണ്. ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയീസിനോടും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കൺസൾട്ട് ചെയ്യുക, അവരുടെ ഒപ്പീനിയൻസും എടുക്കുക, അവരുടെ സജഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എടുക്കുക, അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് എന്ത്
ഇതൊക്കെയാണ് നമുക്ക് നോൺ മോണിറ്ററി ഇൻസെന്റീവ്സിൽ കാണാൻ സാധിക്കുക. അപ്പോൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ത് ചെയ്യുക, ഇത്തരത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ ഔട്ട് ഓഫ് എ നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. ഒരുപാട് ആളുകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് ചൂസ് ചെയ്യുക. അത് ഏത് പ്രോസസ് ആണെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് പേരിൽ നിന്നും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആളിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ചൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഏതാണ് നമുക്കറിയാലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെലക്ഷൻ ആണ് ആ പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെലക്ഷന്റെ സ്റ്റെപ്സ് ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രിലിമിനറി സ്ക്രീനിങ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് കാൻഡിഡേറ്റ്സിനെ ഒന്ന് സ്ക്രീനിങ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഏറ്റവും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം തന്നെ റിജക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ ആളിനെ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു പൊസിഷനിൽ ഒട്ടും മാച്ച് ആവാത്ത ഒരാളാണെങ്കിൽ, അൺഫിറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് പ്രിലിമിനറി സ്ക്രീനിങ്. രണ്ടാമത്തത് സെലക്ഷൻ ടെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിന് പലതരത്തിലുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ലെവൽ ഓഫ് എബിലിറ്റി, നോളജ്, അവർക്ക് ഏത് രീതിയിലാണ് അവരുടെ ഇൻട്രസ്റ്റ്, എങ്ങനെയാണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. മോസ്റ്റ്ലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്തിനാണ്, അവരുടെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ് അല്ലേ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർക്ക് എത്രത്തോളം പവർ കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് അവർക്ക് ഡെവലപ്പ് ആവാൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അയാളുടെ മെച്യൂരിറ്റി ലെവൽ എത്രയാണ്, അയാൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഏരിയയിൽ അയാൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ഒരു ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലാണ്, എത്തരത്തിലാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സെലക്ഷൻ ടെസ്റ്റുകൾ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ആരാണോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വലിയ ആളുകൾ, അതായത് ആരാണോ ഈ ഒരു സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ആ ഒരു പാനലുമായിട്ട് ആ കാൻഡിഡേറ്റിന് എന്തുണ്ട്, ഒരു ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞ സ്ക്രീനിങ് സമയത്തും അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് ചെയ്ത സമയത്തും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ അയാളുടെ കയ്യിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, എംപ്ലോയ്മെന്റ് ഇൻ്റർവ്യൂ. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻസ് കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റെഫറൻസ് ചെക്കുകൾ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് നെയിം, അത് മേ ബി ആരാവാം, നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയേഴ്സിന്റെ പേരും അഡ്രസ്സും ആവാം. അതും അല്ലെങ്കിൽ ആരാവാം, നമ്മൾ പഠിച്ചിട്ടുള്ള കോളേജിലെ പ്രൊഫസേഴ്സ് ആവാം, ആരെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നെയിം അല്ലെങ്കിൽ റെഫറൻസ് നെയിം നമ്മൾ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, കാൻഡിഡേറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ അല്ല, എന്തെങ്കിലും പ്രശ്നത്തിലുള്ള ആളാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഫൈനൽ സെലക്ഷൻ. ഇത്രയും കാര്യങ്ങൾ, അതായത് പ്രിലിമിനറി സ്ക്രീനിങ് കഴിഞ്ഞു, സെലക്ഷൻ ടെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കഴിഞ്ഞു, ഇതൊക്കെ പാസ്സായിട്ടുള്ള ആളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളിനെ ഈ ഒരു സ്റ്റേജിൽ ഫൈനൽ സെലക്ഷൻ സെലക്ട് ചെയ്യാൻ പോവാണ്. അതാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്, ഫൈനൽ സെലക്ഷൻ ആണ് അഞ്ചാമത്തെ സ്റ്റേജ്. നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കൽ എക്സാമിനേഷൻ. നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്പിയർ ആവണം. അയാൾ ഫിസിക്കലി ഫിറ്റ് അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് എന്ത് വരുന്നത്, ജോബ് ഓഫർ. ജോലിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പൊസിഷനൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയിക്ക് ജോബ് ഓഫർ കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ ഏഴാമത്തെ സ്റ്റെപ്പ്. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും, പേ സ്കെയിൽ എത്രയാണ് നിങ്ങളുടെ സാലറി എന്നുള്ളത് ഉണ്ടായിരിക്കും, ജോയിനിങ് ടൈം എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഫർ ലെറ്ററിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ജോബ് ടൈറ്റിൽ ഉണ്ടായിരിക്കും, ഈ എംപ്ലോയി പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ്, പേ ആൻഡ് അലവൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. അത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കും, എംപ്ലോയി എന്ത് ചെയ്യേണ്ടി വരും, സൈൻ ചെയ്ത് തിരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെലക്ഷന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്.
ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, 2 essay questions നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ലേ. അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇനിയും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.